ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രതാപനാണെങ്കിൽ മോഹിനി രാവിലെ തന്നെ എങ്ങോട്ടാണ് പോകുന്നത്, എന്നും ഇങ്ങനെ ആ കുഞ്ഞിനെ കാണാൻ പോയില്ലെങ്കിൽ എന്താടി ആ കുഞ്ഞ് കിടന്ന് കരയുമോ, നിനക്കെന്താ ഇത്രയ്ക്ക് ആ കുഞ്ഞിനെ കാണാൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, ഞാൻ എവിടെയെങ്കിലും പോകുന്നത് താൻ എന്തിനാണോ അന്വേഷിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്കെന്താടി നിൻ്റെ ഭർത്താവിനോട് ഇപ്പോൾ സ്നേഹവും ബഹുമാനം ഒന്നും തന്നെ ഇല്ലേ, അവനൊരു ജയിൽ പുള്ളിയാണെന്ന് വെച്ച് എന്തുമാവാമെന്നാണോ നീ വിചാരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മോഹിനി പറയുന്നുണ്ട്, അങ്ങനത്തെ ഒരു വിചാരണമൊന്നും എനിക്കിപ്പോൾ ഇല്ല, അത് നിങ്ങളായിട്ട് അമ്മയും മോനും കൂടെ ഉണ്ടാക്കാതിരുന്നാൽ മതി എന്നൊക്കെ മോഹിനി പറയുന്നുണ്ട്. അപ്പോഴേക്കും മോഹിനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് മോഹിനി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം, ഒരാളുടെ ആവശ്യമില്ല, ഒന്നും വേണ്ട, ഉപദ്രവിക്കാൻ മാത്രം അറിയുന്ന നിങ്ങളെ രണ്ടുപേരുടെയും കാര്യങ്ങളും വാക്കുകളും കേൾക്കേണ്ട ഒരാവശ്യം എനിക്കില്ലെന്നൊക്കെ മോഹിനി ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മോഹിനിക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോട് പറയുന്നുണ്ട്, ഇപ്പോൾ നിന്നെ അവൾക്കാണെങ്കിൽ ഒരു വിലയില്ല, കൂടാതെ നിൻ്റെ മകൾക്കും ആ വില നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ പ്രതാപ നീ എല്ലാവരുടെ മനസ്സിൽ നിന്നും പുറത്താവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പണ്ടാണേ മോഹിനിക്ക് നിൻ്റെ പേര് കേട്ടാൽ മതിയായിരുന്നു, അവൾ പേടിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ പോലും അവൾക്ക് സമയമില്ലാത്തൊരവസ്ഥയിലാണ് പോകുന്നത്. എന്തായാലും പ്രതാപ, നീ ഇപ്പോൾ കരുണമോളുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും പോലും സാധിച്ചു കൊടുക്കാൻ നിന്നെക്കൊണ്ട് കഴിയുന്നില്ല. കൂടാതെ അവളും നിന്നെ തള്ളിപ്പറയും. എന്തെങ്കിലുമൊക്കെ ചെയ്ത് നീ കരുണമോളുടെ സന്തോഷമെങ്കിലും നിലനിർത്തിയാൽ അവളെങ്കിലും നിനക്ക് ചാവാൻ നേരത്ത് ഇച്ചിരി വെള്ളം എടുത്തു തരാൻ കാണും എന്നൊക്കെ പറയുന്നുണ്ട് പ്രതാപനോട് മുത്തശ്ശിയാണെങ്കിൽ. അതിനുശേഷം പ്രതാപൻ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എന്നോട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒന്നും നടക്കാത്തത് എൻ്റെ കുഴപ്പമല്ലല്ലോ. ഓരോ ആൾക്കാരുടെ ഏൽപ്പിക്കുന്നുണ്ട്, പൈസയും അതുപോലെ തന്നെ കൃത്യമായി അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതൊന്നും അവർ മുതലാക്കാത്തതും പിന്നെ ഈ ശത്രുക്കൾ എന്ന് പറയുന്നത് ഭയങ്കര ദൈവാനുഗ്രഹമുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാനമ്മേ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അപ്പുറം എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയോട് പ്രതാപനാണെങ്കിൽ. മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വെറുതെ ഇരുന്നാൽ ഒന്നും തന്നെ നടക്കില്ല. അവർ വീണ്ടും കമ്പനിയിലോട്ട് പോകാനൊക്കെ തുടങ്ങിയെന്നൊക്കെയാണ് കരുണമോള് വിളിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കാര്യങ്ങളൊക്കെ നീ മുടക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ്റെ മനസ്സിൽ വീണ്ടും കുറച്ച് ദുഷ്ട കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കരുണയാണെങ്കിൽ ഓരോ കാര്യങ്ങളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുകയാണ്. മഹിയും മഞ്ജുവൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ മഹിയും മഞ്ജുവൊക്കെ സംസാരിക്കുന്നത് എന്താണെന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന ഒരു സ്ഥിരം പരിപാടിയാണ് നമ്മുടെ കരുണയുടേതാണെങ്കിൽ. അങ്ങനെ മഞ്ജു പറയുന്നുണ്ട്, ഏട്ടത്തി എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ ശരിയായില്ല, എനിക്കെന്തായാലും ഇവിടെ നിൽക്കാൻ തന്നെ പേടിയാണ്, പിന്നെ ഏട്ടത്തിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അമ്മയ്ക്കാണെങ്കിൽ കുഞ്ഞിനോട് യഥാർത്ഥ സ്നേഹമാണോ സത്യമുള്ള സ്നേഹമാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേങ്കിൽ എനിക്ക് അമ്മ കുഞ്ഞിനെ എടുക്കുമ്പോൾ ഭയങ്കര പേടിയാണ് ചേച്ചി ഉള്ളിൽ എന്നൊക്കെ പറയുന്നുണ്ട് ഏട്ടത്തിയോട് നമ്മുടെ മഞ്ജു ആണെങ്കിൽ. പേടിക്കാനൊന്നുമില്ല, അമ്മയുടെ സ്നേഹം സത്യം തന്നെയാണ് മഞ്ജു, അതെനിക്ക് ഉറപ്പുണ്ട്. ഇന്ന് വരെ ഞാൻ നിന്നോട് ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, സ്നേഹം സത്യമാണെന്നൊന്നും. അമ്മയുടെ സ്നേഹം സത്യം തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് മഹിയാണെങ്കിൽ. അപ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട്, അത് ചേച്ചിക്ക് അമ്മയെ ശരിക്കും പറഞ്ഞാൽ അറിയാത്തത് കൊണ്ടാണ്, അമ്മയുടെ സ്വഭാവം എനിക്ക് നല്ലപോലെ അറിയാം. അമ്മയ്ക്കാണെങ്കിൽ ശരിക്കും എന്താണ് മനസ്സിലെന്ന് അമ്മയ്ക്ക് പോലും അറിയാത്തൊരവസ്ഥയൊക്കെ ഉണ്ട്. അമ്മ ഏത് സമയം എന്ത് ചെയ്യുമെന്ന് അമ്മയ്ക്ക് പോലും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കുഞ്ഞിനെ കൊടുക്കുമ്പോൾ ചേച്ചിയാണെങ്കിൽ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഏട്ടത്തിയോടായിട്ട് മഞ്ജു ആണെങ്കിൽ. അതിനുശേഷം മഞ്ജു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ദുർഗ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ, എന്നെ പറ്റിയാണോ, ഏത് നേരവും സംസാരിക്കാൻ നിനക്ക് സമയമുള്ളൂ മഞ്ജു, നീ എന്തിനാ എന്നെ എപ്പോഴും ഇങ്ങനെ കുറ്റം പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മഞ്ജു ആണെ പറയുന്നുണ്ട്, ഞാൻ ആരെയും കുറ്റമൊന്നും പറയുന്നില്ല, എന്തായാലും കുഞ്ഞിനെ എടുക്കുന്നൊക്കെ കൊള്ളാം, കുഞ്ഞിനെ തറയിലൊന്നും ഇട്ട് കളഞ്ഞേക്കില്ല, ആ കുഞ്ഞ് ഒരു പാവമാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മഞ്ജു ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണെങ്കിൽ ദുർഗയ്ക്കാണെങ്കിൽ നല്ലപോലെ സങ്കടമാകുന്നുണ്ട്. ദുർഗയാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മഹാലക്ഷ്മിയാണെ പറയുന്നുണ്ട്, എന്തിനാ അമ്മ വിഷമിക്കുന്നത്, അവളുടെ മനസ്സിലെ കാര്യങ്ങൾ അമ്മയ്ക്കറിയാലോ, അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അമ്മ അവൾ പറയുന്നത് കേട്ട് ഒന്നും ആലോചിച്ച് സങ്കടപ്പെടണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. മഞ്ജുവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ദുർഗയോട് ഇങ്ങനെ വിഷമിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും പോകാൻ നേരത്താണെങ്കിൽ ദുർഗയ്ക്ക് നല്ലപോലെ സങ്കടമാകുന്നുണ്ട്. പേരക്കുട്ടിയെ ഒരു നിമിഷം പോലും
അടങ്ങിയിരിക്കാൻ ഇപ്പോൾ ദുർഗയ്ക്ക് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ദുർഗയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. അതേ സമയത്ത് മഞ്ജുവിൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെ എന്ന് മഞ്ജുവിനോട് പോയി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട്, ഞാൻ എന്തായാലും തരാം. എന്തായാലും കുഞ്ഞിനോടുള്ള സ്നേഹം അമിതമായതുകൊണ്ട് ഈ മുഖത്തുള്ള വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മേ എന്ന് പറയുമ്പോൾ നമ്മുടെ ദുർഗയ്ക്ക് നല്ലപോലെ സന്തോഷമാവുന്നുണ്ട്. മഞ്ജുവിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടെന്നും മഞ്ജു തൻ്റെ സ്നേഹം സത്യമാണെന്ന് തിരിച്ചറിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ദുർഗയ്ക്ക് ഇങ്ങനെ പറയാനുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതിനുശേഷമാണെങ്കിൽ കണ്ണനാണെങ്കിൽ ഓണത്തിന് എവിടെയാണ് അമ്മ, അങ്ങോട്ടേക്ക് വന്നോളൂ, ഏത് സമയം കുഞ്ഞിനെ വേണമെങ്കിൽ അമ്മയ്ക്ക് കാണാമല്ലോ, ഏത് സമയം കുഞ്ഞിനെ കാണാൻ അമ്മയ്ക്ക് എങ്ങോട്ട് വേണമെങ്കിലും വരാം, എന്തായാലും അമ്മയുടെ പേരക്കുട്ടി തന്നെയാണിത്, അമ്മയ്ക്ക് അതിലൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും കണ്ണനാണെങ്കിൽ ഓണത്തിന് നമ്മുടെ ദുർഗയോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്തായാലും ഓണം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, കാരണം അവിടെ നമ്മുടെ അനന്തവും രേഖയൊക്കെ ആണെങ്കിൽ ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ തീരുമാനിച്ചിരിക്കുകയാണ്. അമ്മയ്ക്ക് എന്തായാലും കുഞ്ഞിനെ എടുക്കുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരാമല്ലോ ഓണം ആഘോഷിക്കാനൊക്കെ, നമുക്ക് എന്തായാലും അവിടെ ആഘോഷിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ നോക്കട്ടെ മോനെ, അവർക്കൊന്നും ഞാൻ വരുന്നത് അത്ര ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് അമ്മ വന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കണ്ണനോട് ദുർഗയാണെങ്കിൽ. ഇതേ സമയം എല്ലാവരും ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ കരുണയാണെങ്കിൽ മഞ്ജുവും ദുർഗയൊക്കെ ഇങ്ങനെ കൂടുതൽ സംസാരിക്കുന്ന കണ്ടിട്ട് ഇനിയിപ്പോൾ ഇവരും കൂടെ നന്നായോ ഈശ്വര എന്നൊക്കെ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഒളിഞ്ഞു നിൽക്കുന്ന കരുണയാണെങ്കിൽ പെട്ടെന്ന് തന്നെയാണെങ്കിൽ നമ്മുടെ ദുർഗ കാണുന്നുണ്ട്. ഇവൾക്ക് ഏത് സമയം ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കലും കേൾക്കലൊക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിൻ പണി. കുഞ്ഞിനെ നോക്കാനോ അല്ലെങ്കിൽ ഒന്നും തന്നെ അവൾക്ക് ഒന്നിനും തന്നെ സമയവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ദുർഗയാണെങ്കിൽ അകത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത് തന്നെ. അതിനുശേഷമാണെങ്കിൽ അനന്തവും രേഖയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. എന്താടി നിനക്ക് സന്തോഷമൊന്നും ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്. അനന്തു ആണെങ്കിൽ, അനന്തുവേട്ടാ സന്തോഷമൊക്കെ ഉണ്ട് കുഞ്ഞ് വരുന്നതിൽ, പക്ഷെങ്കിൽ കുഞ്ഞ് ഓണം കഴിഞ്ഞാൽ ഇവിടുന്ന് പോവുമല്ലേ, അതിൻ്റെ സങ്കടം എനിക്ക് നല്ലപോലെ ഉണ്ട് അനന്തുവേട്ടാ. അനന്തുവേട്ടൻ എന്താ ഇങ്ങനെ എത്ര സന്തോഷിച്ചിരിക്കുന്നത്? ഞാൻ എന്തിനാ രേഖയെ സങ്കടപ്പെടുന്നത്? കുഞ്ഞ് ഏത് സമയം നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം. നമുക്ക് ഈ ലോകത്ത് ആരെയും പിടിച്ചു വയ്ക്കാനോ നമ്മുടെ കൂടെ ജീവിപ്പിക്കാനോ കഴിയില്ല. എന്തായാലും കണ്ണനും മഹിയും അവരുടെ കുഞ്ഞിനെ നമുക്ക് ഇങ്ങനെയെങ്കിലും തരുന്നുണ്ട്. എന്തായാലും ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ വേറൊരു കുഞ്ഞിനെ നമുക്ക് ദത്തെടുത്ത് വളർത്താമെന്ന്, പക്ഷേ നിനക്കതൊന്നും സാധിക്കില്ല. കണ്ണൻ്റെയും മഹിയും കുഞ്ഞിനെ നമുക്ക് സ്വന്തമാണെന്ന് പറഞ്ഞാൽ അതും നിനക്ക് ആവശ്യമില്ല. നീ പറയുന്നത് കണ്ണനും മഹിക്കും ആ കുഞ്ഞിനെ നമുക്ക് ഏൽപ്പിച്ച് അവർക്ക് മടങ്ങിപ്പോവാൻ അവർക്ക് കഴിയും. അവൾ 10 മാസം അതിനെ നൊന്ത് പ്രസവിച്ച അമ്മയാണ്. നിന്നേക്കാളും നൊമ്പരം അവൾക്കായിരിക്കും ആ കുഞ്ഞിനോട്, അത് നീ മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ നമ്മുടെ അനന്തുവാണെങ്കിൽ ലേഖയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലേഖയ്ക്കാണെങ്കിൽ ഇതൊന്നും അത്രയായിട്ട് മനസ്സിലാവുന്നില്ല. ഏത് സമയം നമ്മുടെ നീലാംബരി മോളുടെ കാര്യമാണ് ലേഖയുടെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്താണ് അങ്ങോട്ടേക്ക് കാറിൽ നമ്മുടെ മഹാലക്ഷ്മിയും കുഞ്ഞും കണ്ണനൊക്കെ ഇറങ്ങുന്നത്. പെട്ടെന്ന് ലേഖയുടെ മനസ്സ് മാറുന്നുണ്ട്. ലേഖയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കുഞ്ഞു വന്നതിൽ. എന്നിട്ടും ആ മുഖത്ത് ഒരു വലിയൊരു സന്തോഷം കാണാത്തതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നിനക്കിത് എന്ത് പറ്റി ലേഖ എന്ന് ചോദിക്കുന്നുണ്ടോ? ഒന്നുമില്ലടി, നിങ്ങളെന്തായാലും ഓണം വരെയല്ലേ ഇവിടെ ഉള്ളൂ, അന്നാലോചിക്കുമ്പോൾ ഒരു സങ്കടം, അതുകൊണ്ടാണ് ആ മുഖത്ത് ആ സങ്കടം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ലേഖയോട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? നിനക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടേക്ക് വരാലോ, ഇത് നിൻ്റെയും കൂടെ കുഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ. അപ്പോഴേക്കും അനന്ത് പറയുന്നുണ്ട്, അത് ചുമ്മാ കാര്യമാക്കണ്ട, അവൾക്കത് എപ്പോഴും ഉള്ളതാണ്. കുഞ്ഞ് ജനിച്ചപ്പോൾ തൊട്ട് അവൾക്ക് ഓരോ സങ്കടങ്ങളും കാര്യങ്ങളാണ്. എന്തായാലും അവൾ ഭയങ്കരമായിട്ട് അതിൻ്റെ അമ്മയല്ലേ, അതുകൊണ്ടാണ് അവൾക്ക് ഇത്രമാത്രം സങ്കടം തോന്നുന്നത്. അതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ടെന്ന് പറയുന്നുണ്ട് അനന്തു ആണെങ്കിൽ. അതിനുശേഷമാണെങ്കിൽ ലേഖയോട് നമ്മുടെ അനന്തു മാറി നിന്നിട്ട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ കാണിക്കരുത്, ഇങ്ങനെ കാണിക്കുന്നത് വളരെയധികം തന്നെ മോശമാണ്. അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ കുഞ്ഞിനെ പോലും അവരെടുക്കാൻ തരില്ല. അതുകൊണ്ട് നിൻ്റെ ഈ ഒരുപാടുള്ള ഈ കാര്യങ്ങളൊക്കെ നീ മാറ്റിവെച്ച് നല്ലപോലെ നീ നിൽക്ക് എന്നൊക്കെ ലേഖയോട് പറയുന്നുണ്ട്. ലേഖയ്ക്കാണെങ്കിൽ ഇതൊന്നും അത്ര കേൾക്കാനും ഒന്നും തന്നെ കഴിയുന്നില്ല. കാരണം കുഞ്ഞ് ഇവിടുന്ന് പോകുന്നത് ലേഖയ്ക്ക് ചിന്തിക്കാൻ കൂടെ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അതേസമയം അനന്തുവാണെ പറയുന്നുണ്ട്, എന്തായാലും കണ്ണാ അവൾക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് പോകുന്നതിൻ്റെ ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, ഞങ്ങൾ പോയി കഴിഞ്ഞാലും കുഞ്ഞിനെ നിങ്ങളൊക്കെ തന്നെ നോക്കേണ്ടി വരും, കാരണം ഒരുപാട് ജോലികൾ ഓഫീസിൽ ചെയ്തു തീർക്കാനുണ്ട്. മഹിയെ എന്തായാലും ഞാൻ കൊണ്ടുപോവാണ്, പിന്നെ കുഞ്ഞിൻ്റെ കാര്യം ലേഖ തന്നെ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ലേക്ക് ഇച്ചിരിയെങ്കിലും സമാധാനം കിട്ടുന്നത്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ജാനമ്മയാണെങ്കിൽ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് നമ്മുടെ ജാനമ്മയുടെ മരുമകൾ പുറകിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് ജാനമ്മയോട് പറയുന്നുണ്ട്, ആ പ്രതാപൻ ആളിച്ചിരി പെശക്കാണെന്നാണ് കേട്ടത്, അതുകൊണ്ട് പറഞ്ഞ കാര്യം തീർത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നൊക്കെ ജാനമ്മയോട് പറയുന്നുണ്ട്. ജാനമ്മയ്ക്ക് ഇനിയിപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ നമ്മൾ കാണണം.
അപ്പോൾ മറ്റൊരു എപ്പിസോഡായിട്ട് വരാം. ബൈ.